യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ കാണാൻ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ ആത്മാവിൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ വളർന്നു വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചാനലാണിത്. ഹല്ലേലൂയ. ഒരു നോർമൽ വിശ്വാസിയായിരിക്കാൻ ആഗ്രഹിക്കാത്തവർക്കെല്ലാം വേണ്ടി കർത്താവ് നിങ്ങളുടെ മുമ്പിൽ അയക്കുന്ന എപ്പിസോഡുകളാണ് ഇതെല്ലാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കുന്നെങ്കിൽ, കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് പഠിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ നാളുകളിൽ പിശാചിനെ തോൽപ്പിക്കുന്നവനായി എഴുന്നേൽക്കാനായി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ജയാളിയായി എഴുന്നേൽക്കാൻ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൃപാവരങ്ങളെ കുറിച്ചാണ്. സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവർക്കും ഈ വരം ആവശ്യമാണ്. സഭയിലെ എല്ലാവർക്കും, അല്ലെങ്കിൽ ദൈവം ഭാഗമായിട്ടും വിവിധ വരങ്ങളായിട്ടും കർത്താവ് ഇതെല്ലാം പകുത്തു കൊടുത്തിട്ടുണ്ട്, ഓരോ അംഗങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കും എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാണ് കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. പിന്നെ നമ്മൾ അന്യഭാഷയെക്കുറിച്ച് പഠിച്ചു, വ്യാഖ്യാന വരത്തെ പറ്റി പഠിച്ചു. ഇപ്പോൾ പ്രവചനം, അതാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപാവരങ്ങൾ മെയിനായിട്ട് 9 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. 9 എണ്ണം ഏതൊക്കെയാണ്? എല്ലാം കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വരം, വ്യാഖ്യാന വരം, പ്രവചനം, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ചിന്തിച്ചത്. ആ ബൈബിളിലെ ഓർഡറിലല്ല, അല്ലാതെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യം എല്ലാവരിലും വെളിപ്പെടുന്നത് എന്താണ്? ഭാഷാവരമാണ് അല്ലേ. നമ്മൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ വെളിപ്പെടുന്നത് ആദ്യം ഭാഷാവരമാണ്. അപ്പോൾ ഈ ഭാഷാവരം ലഭിച്ചവർ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞല്ലേ. ടങ്സ് വ്യാഖ്യാനിക്കുമ്പോൾ അത് എന്തായി? പ്രവചനമായി. ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. അല്ലാതെയും പ്രവചനമുണ്ട്, ഞാൻ പറഞ്ഞു തന്നു അതെല്ലാം. 3 രീതിയിലുള്ള പ്രവചനങ്ങളെ പറ്റി എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവര് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡുകളും ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. അതിനകത്ത് നിന്ന് നിങ്ങൾ കാണാത്തതെല്ലാം നിങ്ങൾക്ക് കാണാനായി പറ്റും. മോർ എന്ന് കിടക്കുന്ന ഓപ്ഷനകത്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് താഴെ മോറുണ്ട്. സബ്സ്ക്രൈബ് ബട്ടന്റെ ഈ ഒരു താഴെ സൈഡിലായിട്ട് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം പോയി ഒന്ന് കാണുക, അത് പഠിക്കുക. എന്താണ് അന്യഭാഷ, എങ്ങനെയാണ് അന്യഭാഷ ലഭിക്കുന്നത്, എങ്ങനെയാണ് വ്യാഖ്യാന വരം ലഭിക്കുന്നത്, വ്യാഖ്യാന വരത്തിനായി നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഇടയായി. അതെല്ലാം നിങ്ങൾ പോയി കാണുക. യൂട്യൂബിൽ അതുകൊണ്ട്. ഹെവൻലി ഫീലിയ മിനിസ്ട്രീസ് എന്നടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. ആ ചാനലെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ എപ്പിസോഡും തന്നെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കണ്ടു പഠിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേഗത്തിൽ വരാം. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വരങ്ങൾ, വ്യാഖ്യാന വരം, പ്രവചന വരം, ഇതിനത്രയും നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന വരമാണ്. ദൈവത്തോട് നമുക്ക് സംസാരിക്കുന്നതിനുള്ള വരങ്ങളാണിത്. അടുത്ത് നമ്മൾ പറയുന്നത് ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, ആത്മാക്കളെ വിവേചിക്കുന്നതിനുള്ള വചനം. ഇതെല്ലാം, ഈ വരങ്ങളെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന വെളിപ്പാടുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വരങ്ങളാണ്. ഏതൊക്കെയാണ്? ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, ആത്മാക്കളെ വിവേചിക്കുന്ന വരം. നമ്മളാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ല. എന്താ സംഭവം? ഒന്നും കേട്ടിട്ട് പോലും ഇല്ല. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ജ്ഞാനത്തിന്റെ വരം, പരിജ്ഞാനത്തിന്റെ വരം, ആത്മാക്കളെ വിവേചിക്കുന്ന വരം. അത്രയും ഒരു സെക്ഷനായിട്ട് നമുക്ക് പഠിക്കാം അടുത്ത ദിവസങ്ങളിൽ. അടുത്ത് വീണ്ടും വിശ്വാസം, രോഗശാന്തി വരം, വീര്യപ്രവൃത്തികളുടെ വരം. അത്രയും വേറൊരു കാറ്റഗറിയിൽ വരുന്ന വരങ്ങളാണ്. വിശ്വാസം, രോഗശാന്തി വരം, വീര്യപ്രവൃത്തികളുടെ വരം. എല്ലാ വിശ്വാസികൾക്കും ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ഗിഫ്റ്റുകളും കൊടുക്കണമെന്ന്. പക്ഷെ വിശ്വാസികളായ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ദൈവത്തിന് തരണ്ടല്ല. അങ്ങനെ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളിതൊന്നും ആഗ്രഹിക്കുന്നില്ല. പിശാചിന് ഭയങ്കര സന്തോഷം. കാരണം സത്യം ഇവൻ അറിയില്ലല്ലോ. സത്യം ഇവൻ അറിഞ്ഞാലല്ലേ സ്വതന്ത്രമാവുള്ളൂ. പിശാച് ഇതൊന്നും ഇന്ന് ആരെയും അറിയിക്കുന്നില്ല. വരങ്ങളും ഗിഫ്റ്റുകളെ കുറിച്ചോ കാര്യങ്ങളൊന്നും ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. കാരണം എന്താണ്?
ഇതൊക്കെ ഇതൊക്കെ നിങ്ങളും ഞാനും അറിഞ്ഞാൽ നമ്മളിത് ചോദിക്കും അല്ലേ കർത്താവിനോട്, പിന്നെ അത് ലഭിക്കും, പിന്നെ അവന്റെ രാജ്യം തകരും. അത് പിശാചിന് അറിയാമെന്നുള്ളത് കൊണ്ട് ഇന്ന് ഇത് അധികം ആർക്കും കിട്ടുന്നില്ല ഈ കാര്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? കുറച്ചു പേരാണെങ്കിലും ആത്മാവിൽ നിങ്ങൾ വളരണം. ഹല്ലേലൂയ. പലരുടെയും ജീവിതം മുരടിച്ചു പോയതുപോലെ ആയിരിക്കുകയാണ്. പകുതി വഴിക്ക് വെച്ച് കുറച്ചൊന്ന് വളർന്നു, പിന്നെ മുരടിച്ചു പോയി. പല വൃക്ഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിവിടെ നല്ലൊരു തെങ്ങ് വാങ്ങി നട്ടു, വേഗത്തിൽ കായ്ക്കുന്നതാണെന്നാണ് പറഞ്ഞത്. കുറച്ച് പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും? കായ്ക്കും. അങ്ങനെയുള്ള തെങ്ങുണ്ടോ ആരുടെയും വീടുകളിൽ? ഉണ്ട്. ഉണ്ട്. കുറച്ച് പൊങ്ങുമ്പോൾ കായ്ക്കും. എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ നട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഇലയെല്ലാം കുരുട് പിടിച്ച് എന്തോ രോഗം വന്നിട്ട് പിന്നെ ഇത് വളരുന്നില്ല. വളർന്നാലല്ലേ കായ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെയാണ് പലരുടെ ആത്മീയ ജീവിതം ഒന്നായിരിക്കുന്നത്. ഇടയ്ക്ക് വളർച്ച നിന്നുപോയി കുരുട് പിടിച്ച അവസ്ഥയിലാണ്. പിശാച് കയറി അങ്ങ് കുരുട് പിടിപ്പിച്ചു, പ്രശ്നങ്ങളിട്ട്, പ്രതികൂലങ്ങളിട്ട്, രോഗങ്ങളിട്ട്. പിന്നെ നമുക്കൊന്നും ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്നേ. ആത്മീയമായ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സിനകത്ത് മുഴുവനും ഭാരങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം അവൻ കൊണ്ടങ്ങ് നിറച്ചു വെച്ചു അല്ലേ? ദൈവമാണോ ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കുന്നത്? നമ്മുടെ ഹൃദയത്തെ മുറിപ്പിക്കുന്ന ദൈവമാണ്? അല്ലല്ലേ. അതെല്ലാം പിശാചിന്റെ പദ്ധതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ദൈവം പറയും, ഞാൻ എൻ്റെ മോനെ അല്ലെങ്കിൽ മകളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം ഇവിടെ ചെയ്യാനാ. പിശാച് പറയും, ഞാൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? അവനെന്താ ചെയ്യാൻ നോക്കുന്നേ? നമ്മളെ എന്തു പർപ്പസിനായിട്ടാണോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ നമ്മളെ അനുവദിക്കില്ല അവൻ. മനസ്സിലായോ? നമുക്കും പിന്നെ അത് ചെയ്യണമെന്നില്ലല്ലോ. ഞാനിന്ന് കാണുന്ന ആത്മീയ കുളത്തിൽ 100 ക്രിസ്ത്യാനികളെ എടുത്താൽ 99 പേരും ലേസി ക്രിസ്ത്യൻസ് ആണ്. അലക്ഷ്യമായ ഒരു ക്രിസ്ത്യ ജീവിതം. സത്യമല്ലേ സിസ്റ്റർ? അല്ലേ? ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ അല്ലെന്ന് പറ. ആണ്. കമന്റ് ചെയ്യുന്ന ഒരു കമന്റ് ചെയ്യും. സത്യമാണെങ്കിൽ കമന്റ് ചെയ്യും, യെസ് ആണോ നോ. ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ഒരു ലേസിനെസ്. കർത്താവിനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പോകുന്നു, അവരവരുടെ ഇഷ്ടം ചെയ്യുന്നു. എന്താണ് അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി എന്ന് ആരും ചോദിക്കുന്നില്ല. അവര് കുറെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്, അത് ദൈവം ചെയ്തു കൊടുക്കണം. മനസ്സിലായി? അത് ദൈവം എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് കുറ്റവും പഴിയും വേറെ വരും ബാക്കിൽ. കാരണം ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ഞാൻ ആരാധിച്ചിട്ടും എനിക്കൊരു വിടുതൽ തന്നില്ല, എൻ്റെ കൊച്ചിനെ വിടുവിച്ചില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ പറയില്ലേ? അയ്യോ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അറിവില്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കർത്താവ് തന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇതുകൊണ്ട് ആരാധിക്കുന്നില്ല, ആരാധനയ്ക്കും വരുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. ശരിയല്ലേ? ഓമനൻ്റി പറയട്ടെ. ചിരിക്കുന്ന ആരും ഒന്നും പറയുന്നില്ല. ഒരു പ്രശ്നത്തിനൊരു വിടുതൽ വരുന്നില്ലല്ലോ അല്ലേ? ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ? നീ ആദ്യം എൻ്റെ റൂട്ടിലോട്ട് വാ. നിന്റെ മാപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എൻ്റെ മാപ്പിലോട്ട് കയറ്. എൻ്റെ റൂട്ടിലോട്ട് നീ വാ. ഹല്ലേലൂയ. എൻ്റെ വഴിയിലേക്ക് കയറി നിൽക്ക്. നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഒന്ന് വിശാലമായ വഴി, ഒന്ന് ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴി. എല്ലാവർക്കും ഇഷ്ടം വിശാലമായ വഴിയിലൂടെ പോകാനാ. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ച് ദൈവത്തോട് പറഞ്ഞ്, കർത്താവ് എല്ലാം ചെയ്തതിനായി നന്ദി, ടാറ്റ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. കർത്താവ് പറയും, നീ അങ്ങനെ അങ്ങ് പോയാൽ പറ്റത്തില്ല, അത് വേറെ വഴിയാ, ലോകത്തിന്റെ വഴി. അതിന്റെ ആള് ഞാനല്ല, അതിനെ ഗൈഡ് ചെയ്യുന്നത് പിശാചാ. ഹല്ലേലൂയ. അത് വേറെ വഴി. ആ വഴി പോയ കാര്യങ്ങൾ നടക്കില്ല. നീ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ വഴിയിലോട്ട് കയറ്. അത് ഇത്തിരി ഒന്ന് ഇടുക്കോ ഞെരുക്കോ, നീ കയറുമ്പോൾ നിനക്ക് ഇത്തിരി പ്രയാസമൊക്കെ തോന്നും. ഹല്ലേലൂയ. ഇത്തിരി പ്രയാസമൊക്കെ ഉള്ള വഴിയാണ്. പക്ഷെ നീ കയറുന്നെങ്കിൽ നീ നിത്യതയിലെത്തും. ഹല്ലേലൂയ. നീ അതിനകത്തോട്ട് കയറുന്നെങ്കിൽ നീ എത്തേണ്ടടുത്ത് എത്തും. ഹല്ലേലൂയ. ഇന്ന് അനേകർക്കും കയറാനായിട്ട് ഇഷ്ടമില്ല. ഹല്ലേലൂയ. ഒരു മനസ്സന്തരപ്പെടാത്ത വ്യക്തിക്ക് വേണ്ടി മെസ്സേജുകളൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ, യൂട്യൂബിലുള്ള മെസ്സേജസ്. അപ്പോൾ അതേ 1-2 എണ്ണമൊക്കെ കേട്ടിട്ട് പറയുവാണ്, ഇത് ഞാൻ കൂടുതൽ കേട്ടുപോയാൽ മനസ്സന്തരപ്പെട്ടു പോകും. മനസ്സിലായോ? ഇത് ഞാൻ കൂടുതൽ കേട്ടുപോയാൽ ഞാൻ മാനസാന്തരപ്പെടുകയും കർത്താവിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യും.
പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ പറ്റില്ല, ബൈബിൾ എടുത്തോണ്ട് ഇറങ്ങേണ്ടി വരും വൈകാതെ, അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല. എങ്ങനെയുണ്ട്? കൊള്ളാമോ? മനസ്സിലായോ? മനുഷ്യരുടെ ഇഷ്ടങ്ങൾ. കാരണം ഇതങ്ങ് കേട്ടുപോയാൽ എനിക്ക് മാനസാന്തരം വരും. കൂടുതൽ ഞാൻ കേട്ടാൽ ബൈബിൾ എടുത്ത് എനിക്ക് പിറ്റേ ദിവസം മുതൽ കർത്താവിന് വേണ്ടി ഇറങ്ങി ഓടാൻ തോന്നും. എൻ്റെ മദ്യപാനം വിട്ട് എൻ്റെ ലോക ജീവിതം വിടാനായിട്ട് തോന്നിപ്പോവും. എൻ്റെ വേണ്ടാത്ത ജീവിതം എല്ലാം വിട്ട് വരാനായിട്ട് തോന്നുന്നു ഇത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് ഇനി തൊട്ട് വചനം കേൾക്കണ്ട. എത്ര ഈസി അല്ലേ? അതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസി ആയിട്ടുള്ള ഒരു വേയിലേക്ക് യേശുവിനെ അറിയുന്ന മക്കളാ, സ്നാനപ്പെട്ട മക്കളാ, ഈ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അവര് മനസ്സിലായോ? ബൈബിൾ എടുത്തോണ്ട് നടക്കാനൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. സ്നാനപ്പെട്ട തലമുറകൾ ഇന്ന് പിശാച് വലിയ റോഡിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ചോദിക്കുന്നതെല്ലാം പിശാച് അങ്ങ് കൊടുക്കുവേ. കാരണം ഇവൻ ദൈവത്തിലോട്ട് വരരുത്, ഒരിക്കലും വരരുത്. ഇതാ അവന് വേണ്ടത് എന്താണ്? ഒരു വിടുതൽ വേണം. പറയുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു കൊടുക്കണം. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം ആര്? അതൊന്നും എന്നോട് പറയണ്ട, അതൊന്നും എന്നോട് പറയരുത്. ഇന്നത്തെ മക്കൾ പറയുന്നതാ, അല്ലെങ്കിൽ നിങ്ങൾ പറയും. ഹല്ലേലൂയ. ഇന്നത്തെ മക്കൾ പറയുന്നതാ. ഇതിനകത്ത് അമ്മമാർ ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ ഞാൻ കർത്താവിനോട് പറയുന്നത് എന്ത് ചെയ്യണം? കർത്താവ് എനിക്ക് ചെയ്തു തരണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനൊന്നും ഇപ്പം എന്നെ കിട്ടത്തില്ല. ഞാൻ കുറച്ച് ഈ ഭൂമിയിലൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ, ഇല്ലേ? അടിച്ചു പൊളിച്ച് ജീവിച്ച ശേഷം പിന്നീട് എനിക്കൊരു സമയം തോന്നും ജീവിച്ച് മതിയെന്ന്. അന്നേരം ഞാൻ എന്ത് ചെയ്യാം? യേശുവിൻ്റെ അടുക്കൽ വരാം. സമയം വൈകിപ്പോവും, സമയം വൈകിപ്പോവും. പിന്നെ വന്നിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ പറയാൻ വന്നതല്ല, ഇങ്ങനെയാണ്. ചിലപ്പോൾ തുടങ്ങിയാൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കൊക്കെ വേണ്ടിയാണ്. സ്തോത്രം. നമ്മളെ മക്കളെ ഓർത്തൊക്കെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. ശക്തമായി പ്രാർത്ഥിക്കണം, വിട്ടുകൊടുക്കരുത്. ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പിശാചുമായിട്ടൊന്ന് ഏറ്റുമുട്ടിയപ്പോൾ പിശാച് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ രാജ്യം സ്ഥാപിക്കാൻ അവസാനം വരെ ശ്രമിക്കും. എന്താണ്? ഞാൻ എൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ അവസാനം വരെ ശ്രമിക്കും. നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് എന്തിനാണ്? ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനാണ്. പക്ഷെ നമ്മൾ അതിന് ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. രാവിലും പകലിലും പിശാച് എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു? അവന്റെ രാജ്യം സ്ഥാപിക്കാൻ. ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മൾ, ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ടവർ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നവർ, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നെ കൂടെ ചേർത്ത ഇതെല്ലാം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉറങ്ങിക്കൊണ്ടിരിക്കുക. പിശാച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവന്റെ രാജ്യം സ്ഥാപിക്കുന്നത്. പിശാചിന് ഡിനോമിനേഷൻ ഒന്നുമില്ല. ഇന്ന് ഡിനോമിനേഷന്റെ പേര് പറഞ്ഞു അടിയല്ലേ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടോ പിശാചിനെ ഓടിക്കാനായിട്ട്? എവിടെ? ഒന്നും ചെയ്യുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? പിശാച് ഇത് കണ്ടിട്ട് ഒരിടത്തു നിന്ന് കൈകൊട്ടി സന്തോഷിക്കും. ഞാൻ ജയിച്ചു, കണ്ട ഇവന്മാരെ ഞാൻ തമ്മിൽ അടുപ്പിച്ചില്ലേ. മനസ്സിലായില്ലേ? പല പല ചേരികളായിട്ടുന്ന ദൈവമക്കളെ അവൻ തിരിച്ചു വച്ചിരിക്കുന്നില്ലേ? ഭിന്നിപ്പിച്ച് ഭരിക്കുന്നവന്റെ തന്ത്രം. അവരെ ഒന്നിപ്പിക്കാൻ അവൻ അനുവദിക്കുന്നില്ല. പലതിനകത്തും അടച്ചിട്ടേക്കുന്നു. അവരെ പല വ്യവസ്ഥകൾക്കകത്തും അടച്ചിട്ടേക്കുന്നു. അവനെതിരെ ശക്തമായ ഒരു ആയുധമായി അവർ എഴുന്നേൽക്കാതിരിക്കാനാണ്. എനിക്ക് അങ്ങനെ പിശാച് പറയുന്ന കേട്ടപ്പോൾ ഒത്തിരി ഭാരം മനസ്സിനകത്ത് തോന്നി. മനസ്സിലായോ? സാത്താനോട് നേരിട്ട് സംസാരിക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? കിട്ടട്ടെ നിങ്ങൾക്ക്. കിട്ടിയാലേ നിങ്ങൾക്കത് മനസ്സിലാവും. പേടിയുണ്ടോ? ആ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ആഗ്രഹിക്കരുത്. പേടിയുള്ളവനും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. പിശാചിനോട് നേരിട്ട് സംസാരിക്കാൻ ദൈവം അവസരങ്ങൾ തരട്ടെ. അപ്പോ അവൻ അറിയാം ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാനായിട്ട് പോവുകയാണ്. ദൈവം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മളിലൂടെ എന്നറിയാമായിരിക്കെ പിശാച് എന്ത് പറയുന്നു? ഞാൻ അവസാനം വരെ ശ്രമിക്കും. നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ അവസാന ശ്വാസം വരെ എടുത്ത് ഞാൻ ദൈവരാജ്യം സ്ഥാപിക്കും. അങ്ങനെയല്ലോ നമ്മൾ പറയുന്നുണ്ടോ? യൂട്യൂബിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ?
എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ ഉപയോഗിച്ച് പിതാവിൻ്റെ രാജ്യം ഞാൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? അവനെ പിശാച് പേടിക്കും. ഹല്ലേലൂയ. അവനെ പിശാച് പേടിക്കും. ഇന്നത്തെ ഒരു ക്രിസ്ത്യാനികളെയും പിശാചിന് ഒരു പേടിയില്ല. എന്തുകൊണ്ടാണ്? അവരവരുടെ പർപ്പസിലല്ല, അവരവരുടെ കോളിങ്ങിലല്ല. മനസ്സിലായോ? അവരവരുടെ മനസ്സിന്റെ ഇഷ്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാണ്. വചനം വായിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. പഠിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അവരവരുടെ ഇഷ്ടം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ആര് ചെയ്യും? 5 വിധ ശുശ്രൂഷകൾ ദൈവം സഭയിൽ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ അത്? പറഞ്ഞ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പിന്നാരാ? ഇടയന്മാർ, സുവിശേഷകർ. ഹല്ലേലൂയ. ഇതിൽ 5-ൽ 1 നിങ്ങൾ ഞാൻ ചെയ്തേ പറ്റൂ. ഏതാ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ? ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകരാക്കി, ചിലരെ സുവിശേഷകരാക്കി, ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ഉണ്ട്. നമ്മളിപ്പോ ഏത് ശുശ്രൂഷയാണ് ചെയ്യുന്നേ? ഞാനിപ്പോ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, ഒരു കാര്യം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? യൂട്യൂബിൽ എന്നെ കാണുന്ന നിങ്ങൾ എന്തൊക്കെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്? കമന്റിലിട്ടെ. എന്താണ് ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ? ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളവര് ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടോ. അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയാ പിശാച് നിങ്ങളെ എത്രത്തോളം പറ്റിക്കുന്നു. മനസ്സിലായോ? എല്ലാവരുടെ ജീവിതത്തിലും ഒരു ശുശ്രൂഷ ഉണ്ട് സഹോദരങ്ങളെ. മനസ്സിലായോ? ഇല്ലാത്ത ആരുമില്ല, ഇല്ലാത്ത ഒരു വ്യക്തികളുമില്ല. പക്ഷെ നിങ്ങൾ ഇതുവരെ അത് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അറിഞ്ഞുകൂടാത്തവർക്കോട് ഞാൻ പറയുക കേട്ടോ. നമ്മൾ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുത്ത് വരണം. ദൈവത്തോട് അടുത്ത് വരണം. എന്താ എൻ്റെ വിളി? ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ വിളിയാണോ? സുവിശേഷ പ്രവർത്തനമാണോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷം പറയണം. അതിനൊരു സ്റ്റേജും മൈക്കൊന്നും ആവശ്യമില്ല. നമ്മൾ അടുത്ത് വരുന്നവരോടെല്ലാം യേശുവിനെ പറ്റി പറയാം. എത്ര പേര് പറയുന്നുണ്ട്? അറിയാന്നുള്ളടത്ത് പറയും. സ്തോത്രം. ഒരാളോടെങ്കിലും ഒരു ദിവസം നമുക്ക് യേശുവിനെ പറ്റി പറയാൻ കഴിയുന്നുണ്ടോ? എന്താണ് നിങ്ങൾ പറയുന്നത് യേശുവിനെ പറ്റി? എവിടെ പറയാനായിട്ട്? പറയണം, വാ തുറന്ന് പറയണം യേശുവിനെ പറ്റി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഏതൊക്കെ ശുശ്രൂഷയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടായിരിക്കും ദൈവം ഈ കൃപാവരങ്ങളെയൊക്കെ പകർന്നു തരുന്നത്. ഹല്ലേലൂയ. കൃപാവരങ്ങളും ഈ ശുശ്രൂഷയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഈ 5 വിധ ശുശ്രൂഷയും തമ്മിൽ. ശുശ്രൂഷയാണ് 5 വിധ ശുശ്രൂഷകൾ. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ. ഇതിനെപ്പറ്റിയൊക്കെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നതിലേക്ക് കയറി വരികയാണ്. എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത്? പ്രവാചക ശുശ്രൂഷയെപ്പറ്റി, പ്രവാചക വരത്തെ പറ്റി. അപ്പൊ ഞാൻ ഇരമ്യാവിന്റെ അവിടെ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് അല്ലേ? പ്രൊഫറ്റിക്കൽ ഓഫീസിൽ നിൽക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞു. സഭയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവചന വരത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലേ? എന്തിനാണ് സഭയിൽ പ്രവചന വരം എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറയാനായിട്ട് ഇടയായി തീർന്നു. എന്തിനാണ്? ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രവചിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ എടുത്താട്ടെ. കഴിയുന്നവർ, ബൈബിളുള്ളവരൊക്കെ വേഗം എടുത്തു. അതിന്റെ 3-ാം വാക്യം വായിച്ചു. 14:3 ആരെങ്കിലും വായിച്ചു? പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പൊ പ്രവചിക്കുന്നവൻ എന്തിനാണ് മനുഷ്യരോട് സംസാരിക്കുന്നത്? ആത്മീക വർധന അവന് ഉണ്ടാകണം അല്ലേ? പിന്നെ എന്തുണ്ടാകണം? ഒരു പ്രബോധനം അതിന് കൂടെ ലഭിക്കണം. പിന്നെ ആശ്വാസം കിട്ടണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനെയാണ് നമ്മൾ പ്രവചനം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എല്ലാ പ്രവചനങ്ങളെയും അതുകൊണ്ടാണ് പറയുന്നത്, ചെക്ക് ചെയ്യണം. ഇസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്? ഹല്ലേലൂയ. ദൈവം ഒരു പ്രവചനം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിൽ സംഭവിക്കും.
വൺ ഹൂ പ്രൊഫസൈസ് സ്ട്രെങ്തൻ അതേഴ്സ് എൻകറേജസ് ദം ആൻഡ് കംഫോർട്ട്സ് ദം എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. സ്ട്രെങ്തൻ അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവരെ ബലപ്പെടുത്തും. ബലപ്പെടുത്തും. പിന്നെ എന്ത് ചെയ്യും? എൻകറേജസ് ദം, അവരെ ഉത്സാഹിപ്പിക്കും. അവരെ തകർക്കാനല്ല, അവരെ ഉത്സാഹിപ്പിക്കും. പുതിയ നിയമത്തിലുള്ള പ്രവചനവരം വർക്ക് ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ്. പിന്നെ എന്ത് ചെയ്യും? കംഫോർട്ട്സ് ദം, അവരെ ആശ്വസിപ്പിക്കും. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഈ ആരാധനയുമായിട്ട് ബന്ധം ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, യേശുവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി ഇവിടെ കയറി വരികയാണെന്ന് വെക്കാം, അല്ലേ? നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തേലും മനസ്സിലാവോ? കാരണം യേശുവിനെ പറ്റി അറിയത്തില്ലല്ലോ, അല്ലേ? നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ അവൻ എഴുന്നേറ്റ് ഓടിപ്പോവും. ഇവരെന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ പ്രവചനാത്മാവിൽ അവനോട് ദൈവം സംസാരിക്കുകയാണെങ്കിലോ മനസ്സിലാവും, അല്ലേ? അവൻ ആത്മഹത്യ ചെയ്യാൻ വിഷക്കുപ്പി പോക്കറ്റിൽ ഇട്ടേക്കുവാണ്. ഇത് നടന്ന ഒരു സംഭവമാണ്, പറഞ്ഞുതരാം കേട്ടോ. ആത്മഹത്യ ചെയ്യാൻ എന്ത് ചെയ്തു? വിഷക്കുപ്പി വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് ഒരു ആരാധന നടക്കുന്ന ശബ്ദം കേട്ട് ഒരു സ്ഥലത്തേക്ക് കയറി. മനസ്സിലായോ? വലിയ ആരാധനയാണ്, ഒത്തിരി പേര് അവിടെ ഇരിപ്പുണ്ടേ. ആ മനുഷ്യൻ ഇന്ന് വരെയും ഒരു ആരാധനയ്ക്ക് പങ്കെടുത്തിട്ടില്ല. വേറൊരു വിശ്വാസത്തിലുള്ള ആളാണ്. എവിടെ ഉണ്ട്? വിഷക്കുപ്പി പോക്കറ്റിലുണ്ട്. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുവാണ്. അവിടെ നിൽക്കുന്ന കർത്താവിന്റെ ദാസൻ വിളിച്ചു പറയുകയാണ്, വിഷക്കുപ്പി പോക്കറ്റിലിട്ട ഒരു ഒരുവൻ ഇവിടെ ഉണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായി? നിന്നെ ദൈവം കണ്ടിരിക്കുന്നത് ദൈവവേലയ്ക്കാണ്. നീ മരിക്കേണ്ടവനല്ല. എഴുന്നേറ്റ് ഓടി വന്നു വിഷക്കുപ്പിയും കൊണ്ട് ഫ്രണ്ടിലോട്ട്. അവിടെ നിന്ന് കരഞ്ഞു വീണു. അവിടെ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇന്നു മുതൽ ഞാൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ എനിക്ക് വേണ്ട. ഞാൻ ഇന്നു മുതൽ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് യേശു മതി. ഹല്ലേലൂയ. ഞാൻ ഇനി മരിക്കയില്ല. വിഷക്കുപ്പിയൊക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. എന്തിനാ? ഞാൻ ഈ വിഷക്കുപ്പിയും കൊണ്ടാണ് വന്നത്, അല്ലേ? ഇന്ന് ഞാൻ മരിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ആരാധനയുടെ ശബ്ദം കേട്ട് ഒന്ന് കേറിയിട്ട് പോകാൻ എൻ്റെ ഉള്ളിൽ ആരോ പറയുക, ഒന്ന് കേറ്. ഏതോ ഒരു ഫോഴ്സ് എന്നെ തള്ളിക്കൊണ്ട് ഇതിനകത്തിരുത്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം അടുത്ത സെക്കൻഡിൽ അവൻ മരിക്കും, അല്ലേ? മരിക്കാൻ പോകുന്ന പോക്കാണ്. പക്ഷെ ദൈവം അവനെ രക്ഷിച്ചില്ലേ? ആരുടെ വായിലൂടെ ദൈവം പ്രവർത്തിച്ചു? ഒരു പ്രവാചകന്റെ വായെ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവം ഉപയോഗിച്ചു. പിന്നെ എത്രത്തോളം പ്രവചന വരം സഭയിൽ വേണം, അല്ലേ? വേണ്ടേ? എല്ലാവരും പ്രവചിക്കണ്ടേ സഹോദരങ്ങളെ? വേണം. ഇന്ന് സഭയിൽ ഞാൻ ചോദിക്കട്ടെ, സഭയിൽ പ്രവാചകനുണ്ടോ? എല്ലാ സഭകളിലും പറഞ്ഞോ? ഇല്ല. നല്ലതില്ല. എന്തെങ്കിലും വിളിച്ചു പറയാനല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ട് പറയണം. ദൈവം കാണിക്കുന്നത് കണ്ട് പറയണം. ദൈവം പറയുന്നത് കേട്ട് പറയാം. ഹല്ലേലൂയ. അതാണ് പ്രവാചകൻ. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, പ്രവാചകൻ എപ്പോഴും ജനത്തിന്റെ ഭാരം വഹിക്കുന്നവനാ, ജനത്തിനു വേണ്ടി കരയുന്നവനാ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഹൃദയമുള്ള ആൾക്കാരുണ്ടോ ഇപ്പോഴൊക്കെ? ഇല്ല. ഉണ്ടല്ലേ? കുറച്ചുണ്ട്, എല്ലാവരും അല്ല, ചുരുക്കമായിട്ടുണ്ട്. ജനത്തിന്റെ ഭാരം വഹിച്ച് കരയുന്നവനായിരിക്കും. ഹല്ലേലൂയ. അവനോടാ ദൈവം സംസാരിക്കുന്നത്, അവനോടാ ദൈവം ഇടപെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭാരം അറിയുന്നവരെ, ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നവരോട്. എങ്ങനെ ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കും? എന്താണ്? അപ്പന്റെ ഇഷ്ടം ചെയ്യണം. ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? അറിയണം, അതല്ലേ? ആദ്യം നമ്മൾ അറിയണം എന്താ ദൈവത്തിന്റെ ഇഷ്ടം, എന്താ ഞാൻ ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ അറിയും? പിതാവിനോട് കൂടെ വസിക്കണം. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ പിതാവിനോട് കൂടെ വസിക്കണം. ഹല്ലേലൂയ. പിതാവിന്റെ ഭവനം വിട്ട് വേറിട്ട് ലോകത്ത് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്ടം ചെയ്യാൻ പറ്റില്ല. ലോകവും അതിലുള്ള മോഹങ്ങളും ഒക്കെ എപ്പോഴും മാടി വിളിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മക്കളെ ആകട്ടെ, നമ്മളെ ആകട്ടെ, ബാ ബാ ബാ, നല്ല സുഖ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, വന്നേ. പിള്ളേരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? അതൊക്കെ കാണുമ്പോൾ ഓടിപ്പോകും. മനസ്സിലായി? ദൈവത്തിൽ നിന്ന് അവര് അകന്നു പോകും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അക്കരെ പച്ച കണ്ട് ഓടല്ലേ. നിനക്ക് അവിടെ പച്ച പോലെ തോന്നും, പക്ഷെ പോകുമ്പോൾ എന്ത് പറ്റും?
പച്ചയില്ല. അവിടെ ഒന്നുമില്ല. ഇത് പിശാചിന്റെ കള്ളത്തരങ്ങളായിരുന്നു. കർത്താവിനോട് യേശുവിനോട് പരീക്ഷിക്കുന്ന സമയത്ത് പിശാച് എന്ത് പറഞ്ഞു? ഈ ലോകത്തിലെ സർവ്വ മഹത്വവും ക്ഷണനേരം കൊണ്ട് യേശുവിന്റെ മുന്നിൽ കാണിച്ചല്ലേ. അയ്യോ, ക്ഷണനേരം കൊണ്ട് ലോകത്തിന്റെ സർവ്വ മഹത്വം എങ്ങനെ കാണിച്ചു? ഞാൻ ചിന്തിക്കും. എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് ആരാധിച്ച നിനക്കത് തന്നേക്കാന്നേ. എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഈ ലോകത്തെ ഒന്ന് ആരാധിച്ചാൽ മതി, ഈ ലോകത്തെ ഒന്ന് സ്നേഹിച്ചാൽ മതി, എല്ലാം തന്നേക്കാം. ഹല്ലേലൂയ. ഇത് കണ്ടാണ് നമ്മുടെ തലമുറകൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ലക്ഷ്യം വെച്ചുള്ള ഓട്ടമാ. ഹല്ലേലൂയ. ആ ഓട്ടത്തിനിടയ്ക്ക് പിശാചിന്റെ ഇഷ്ടം അവർ ചെയ്യുന്നു. അവരറിയാതെ, അൺനോയിങ്ലി ദേ ഡു ദ വിൽ ഓഫ് സാത്താൻ. മനസ്സിലായോ? അറിയുന്നില്ല അവര് പിശാചിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നതെന്ന്. മനസ്സിലായോ? അവരറിയാതെ ആ ഓട്ടത്തിനിടയ്ക്ക് പ്രസാദിപ്പിക്കുന്നത് മുഴുവൻ പിശാചിനെയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ ഓട്ടത്തിൽ നിന്നെല്ലാം ചിലതിനെ ദൈവം പിടിക്കും. ഹല്ലേലൂയ. ചിലതിനെ ദൈവം പിടിക്കും. കർത്താവ് പറയും, നീ ഓടിയത് മതിയടാ, അതുവരെ മതി. ഒരു സുബോധം കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി, ഓരോ തലമുറകൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സുബോധത്തിന്റെ ആത്മാവിനെ കർത്താവെ ഈ നാളുകളിൽ കൊടുക്കണം. അവരാരാണെന്നുള്ള വെളിപ്പാട് അവരകത്തേക്ക് വരട്ടെ. അവരെന്തിനായി ഭൂമിയിലായിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകട്ടെ. ഇതൊന്നും അറിയത്തില്ല. ഞാനൊരു ഭവനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ, എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് അറിയാമോ എന്ന് അവരോട് ചോദിച്ചു. അവർക്കൊന്നും അറിയത്തൊന്നുമില്ല. അവരെല്ലാം ഇങ്ങനെ ഒന്ന് ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ ഒന്ന് ഉണ്ടോ, ദൈവത്തിന്റെ ഹിതം നമ്മൾ ചെയ്യേണ്ട അങ്ങനെ പർപ്പസ് ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നത്. അവർക്ക് അറിയില്ല. ഇന്ന് എത്രയോ പേർ ഇങ്ങനെ അജ്ഞതയിലായിരിക്കുന്നു. നിങ്ങളുടെ ചുറ്റും എത്രയോ മക്കളായിരിക്കുന്നു. അവരോടൊക്കെ ഒന്ന് പോയി പറയും, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പദ്ധതിയോടുകൂടെ ദൈവം ഈ ദേശത്ത് നട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങളെ നടുന്നത് പദ്ധതിക്ക് വേണ്ടിയാ. ദൈവത്തിന് അവിടെ നിന്ന് ഫലം കായ്ക്കണം. നിങ്ങളുടെ ഫലം എല്ലാവർക്കും ഉപകാരപ്പെടണം. അനേകർ വന്ന് നിങ്ങളുടെ ഫലം കഴിക്കണം. അനേകം പക്ഷികൾ അതിൽ വന്ന് കൂടുകൂട്ടണം. ഹല്ലേലൂയ. അതുപോലെ ഒരു വൻമരമായി നീ വളരാനാക്കിയിരിക്കുന്നത് പറയണം അവരോട്. അവരെ കുറിച്ചുള്ള പദ്ധതികളെ പറയണം. നിങ്ങൾ വാ തുറന്ന് അവരോട് സംസാരിക്കൂ. ഹല്ലേലൂയ. ഒരു കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇരിക്കാൻ അവസരം കിട്ടിയാൽ അവിടെ ഇരുന്ന് സുവിശേഷം പറയാനുള്ള പ്ലാറ്റ്ഫോം ആക്കി അതങ്ങ് മാറ്റണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങളുടെ വായിൽ നിന്ന് സുവിശേഷം വരാവൂ. അത്രയും പേര് യേശുവിനെ അറിയട്ടെ സഹോദരങ്ങളെ. നമ്മൾ ഒരാളെ കണ്ടാൽ നിന്റെ പ്രശ്നം മാറും, ആരാധനയ്ക്ക് വാ എന്നല്ല പറയേണ്ടത്. പിന്നെ എന്ത് പറയണം? സുവിശേഷം പറയണം. യേശു ആരാണെന്ന് പറയണം. നിങ്ങളെ എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന എന്തിനാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇതുവരെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും കാലം ക്രിസ്ത്യാനികളാണ്, യേശുവിന്റെ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നും നമുക്ക് കഴിയുന്നില്ല. പറയണം അവരോട്, പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം. ഒരു വീട്ടിൽ പോകാൻ അവസരം കിട്ടിയാൽ സുവിശേഷം പറയണം. അവിടെ ഇരുന്ന് പറയണം. ഒരു മാരേജ് ഫംഗ്ഷന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടിയാൽ അവിടെ ബന്ധുക്കൾ കൂടി വരുമ്പോൾ അവരോട് സുവിശേഷം പറയും. അല്ലാതെ അവർ സുവിശേഷ യോഗമൊന്നും വെക്കില്ല. അവസരം കിട്ടും പോലെ സുവിശേഷം നിങ്ങൾ പറയണം. ഹല്ലേലൂയ. യേശുവിനെ പറ്റി പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് പറയണം, ഒരു വിളി ഉണ്ടെന്ന് പറയണം. വിളിയില്ലാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ലെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. മക്കളെ ഒന്നും നമ്മൾ അവരവരുടെ ഇഷ്ടത്തിന്റെ അവരുടെ ട്രാക്കിൽ കയറ്റി ഓടിച്ചു വിടരുത്. അവരോട് പറയണം, ഒന്നാം സ്ഥാനം നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് കൊടുക്കണം. രണ്ടാമത് മതി നിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം. അങ്ങനെ അവരോട് പറഞ്ഞു വളർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ സഹോദരങ്ങളെ, കഴിയണം. അല്ലെങ്കിൽ അടുത്തൊരു തലമുറ വിശ്വാസത്തിൽ കാണില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, അടുത്ത തലമുറയെ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം അവരെല്ലാം എങ്ങോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ ഓടുന്ന ഒരു തലമുറ, ലോകത്തിലുള്ളത് ലഭിക്കാൻ അപ്പനെ ആരാധിക്കുന്ന ഒരു തലമുറ. സിസ്റ്റർ പ്രാർത്ഥിച്ചോ? സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇയാളുടെ പണി എന്താണ്? എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, 2 സിനിമയൊക്കെ കണ്ട് ഒന്ന് പാട്ടൊക്കെ പാടി ഞാൻ വരാം. സിസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിക്കണം. സിസ്റ്ററിന് എന്താണ് പണി? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ വരാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വരാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു 20-25 വർഷത്തോളമായി പെന്തക്കോസ്തൽ അനുഭവത്തിൽ വന്ന ഒരു ഭവനത്തിലേക്ക് ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അപ്പാ, ഇവിടെ ആയിരിക്കുന്ന ഒരു അമ്മ എത്രയോ കാലമായി സ്നാനപ്പെട്ട ഒരു വിശ്വാസത്തിലേക്ക് വന്നു,
25 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവർ ഒരു ആത്മാവിനെ പോലും ഇതുവരെ നേടിയിട്ടില്ല. എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഒരാത്മാവിനെ നേടാനായിട്ട് കഴിയാത്ത? എൻ്റെ വിഷമം കൊണ്ട് ചോദിച്ചത് കേട്ടോ. ഹല്ലേലൂയ. അന്ന് ഒരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാൻ വീണ്ടും ആ ഭവനത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ അന്ന് ചോദിച്ചതിനുള്ള ഉത്തരം തരാം. ഓഹോ, ഞാൻ വിചാരിച്ചു എന്ത് ഉത്തരം തരാൻ പോകുന്നു, പിന്നെ കുറേ കാലമായല്ലോ പ്രാർത്ഥിച്ച് ചോദിച്ചിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി. അന്ന് പോയത് പറയാതെ പോയത് കേട്ടോ, അവരോട് പറഞ്ഞില്ല. ഞാൻ അവിടെ വരുവാണെന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ പോയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. ചിരിക്കുന്നത് ആൻറ്റി ശരിക്കുമാണ്. സ്തോത്രം. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഓർത്തു ഈ പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴെങ്കിലും കുറച്ച് സമയം ഇതൊന്ന് ഓഫ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് ഓർത്തു റിമോട്ട് എടുത്തിട്ട് അതൊന്ന് ഓഫ് ചെയ്യാൻ നോക്കി. കാരണം പ്രാർത്ഥിക്കണ്ടേ. അയ്യോ, ഓഫ് ചെയ്യല്ലേ, എനിക്ക് ഇട അറിഞ്ഞൂടാ. എന്ത് ചെയ്യരുത്? ഓഫ് ചെയ്ത അമ്മച്ചിക്ക് ഇടാൻ അറിഞ്ഞൂടാ. അപ്പം എന്ത് ചെയ്യണം? ആരെങ്കിലും ഇട്ട് കൊടുത്തിട്ട് പോകണം. ഒത്തിരി പ്രായമായ അമ്മ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പോകണം. അവർക്ക് രാത്രി മൊത്തം എന്താണ് പണി? ഈ സീരിയലിൻ്റെ അവസാനം വരെ ഈ പല പല സീരിയലുണ്ടേ, ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കണം. മനസ്സിലായോ? അപ്പോൾ അവർ ഇത്രയും കാലം അഭിഷേകം പ്രാപിച്ചിട്ടൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? TV സീരിയൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കർത്താവ് എങ്ങനെ സംസാരിക്കാൻ, കർത്താവ് എങ്ങനെ ഇടപെടാൻ, ഇവരുടെ ഉള്ളിൽ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം എവിടെ? നശിച്ചു പോകുന്ന മക്കളെ കുറിച്ചുള്ള ഭാരം എവിടെ? രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, തീർന്നു, സ്വർഗത്തിൽ പോകാൻ കണക്കാക്കിയിരിക്കുക. പോസിബിൾ അല്ല. ഈ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമി ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യോ, ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈ ഭൂമിയിലായിരുന്നു, എന്നെ ആരാധിച്ചു എന്നതുകൊണ്ടല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. പിതാവിന്റെ ഇഷ്ടം നീ ചെയ്താൽ ഈ ഭൂമിയിൽ കൃത്യമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും. അല്ലെ, എൻ്റെ കുഞ്ഞുങ്ങളായതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകണേന്ന് പറഞ്ഞാൽ കർത്താവ് കൊണ്ടുപോകും. അവനും അവളും, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അതാ പറയും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ഞാൻ അപ്പൻ്റെ ഇഷ്ടം ചെയ്യണം, എന്നാലേ എനിക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന എല്ലാവരും അങ്ങനെ ചെയ്തെങ്കിലേ പോകത്തുള്ളൂ. 100% ഗ്യാരണ്ടി. അങ്ങനെ ആയാലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ദൈവത്തോട് ചോദിക്കുക, അപ്പ ഞാൻ എന്താ ചെയ്യേണ്ടേ? അങ്ങേക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടേ? ചോദിക്കാൻ. എന്താ ചെയ്യണ്ടേ? കർത്താവേ എന്നോട് പറപ്പ. എനിക്ക് ബലഹീനതകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഭാരങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. രോഗങ്ങൾ എനിക്കുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അമൃത സിസ്റ്ററിനെ എല്ലാം തികഞ്ഞ ഒരാളാണോ ഞാൻ? അല്ലെന്നേ, അല്ല. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. ഹല്ലേലൂയ. അത് ചെയ്തിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യത്തു. രോഗത്തെ ഞാൻ അവിടെ നിർത്തേണ്ടടുത്ത്, ഭാരങ്ങളെ അവിടെ നിർത്തേണ്ടടുത്ത്, പ്രശ്നങ്ങളെ നിർത്തേണ്ടടുത്ത്, അതൊന്നും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ അത് ബ്ലോക്ക് ചെയ്യില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. മനസ്സിലായോ? ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് ഒരു പ്രവാചകൻ പറഞ്ഞാൽ അന്ന് മുതൽ പിശാച് നിന്റെ കൂടെ നടക്കും. മനസ്സിലായോ? അവനും കൂടെ കേൾക്കുന്നില്ലേ? അത് കേൾക്കുന്നുണ്ടോ? ഇല്ലേ? കേൾക്കുന്നുണ്ട്. അവനും കൂടെ നടക്കും. എന്നാ പിന്നെ നിന്നെ കൊണ്ട് ഞാൻ കൃത്യമായി ചെയ്യിക്കാം. നിങ്ങളൊന്നും അത് അറിയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഒരിക്കലും ആ വാഗ്ദത്തത്തിലോട്ട് കയറി വരാൻ പറ്റാത്തത്. മനസ്സിലായോ? അപ്പൊ പിന്നെ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? അവനെ ജയിക്കണം. ശരിയല്ലേ? അവന്റെ തന്ത്രങ്ങളെ ഞാൻ ജയിക്കണം. അവന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. അതിനെ ജയിച്ച് നമ്മൾ കയറണം. അത് ആ വാഗ്ദത്വം നടക്കാതിരിക്കാൻ വേണ്ടതെല്ലാം പിശാച് കൊണ്ടുവരും. എന്തുകൊണ്ടാ? അവൻ അവന്റെ രാജ്യം സ്ഥാപിക്കണം, ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കണം. മനസ്സിലായല്ലോ? പിശാച് എന്തിനാ നോക്കുന്നത്? അവന്റെ കിങ്ഡം കൊണ്ടുവരാൻ. എന്നാൽ ദൈവം നോക്കുന്നത് എന്തിനാ? ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ കിങ്ഡം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ. വെളിച്ചവും ഇരുളും തമ്മിൽ ഇന്നൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന് വേണമെങ്കിൽ ഒരു ശ്വാസം കൊണ്ട് അവനെ അങ്ങ് തോൽപ്പിച്ചൂടെ? ചെയ്യില്ല. നമ്മളിലൂടെ ചെയ്യും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ ആരുടെ കാൽ കീഴിൽ ചതയ്ക്കുന്നു? നമ്മുടെ കാൽ കീഴിൽ. നമ്മൾ അതിന് കാല് പോലും ഉയർത്തത്തില്ല, പിന്നെ ഇവിടെ ചതയ്ക്കാനായിട്ട്. പേടിയാ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ പിശാച് നമ്മളങ്ങ് പേടിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? പേടിക്കുന്നെന്ന് കണ്ടാൽ അവൻ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും.
നിൽക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിൽക്കുക. ദൈവരാജ്യത്തിൽ നിൽക്കണം എന്നുള്ളവർക്ക് ബലവും ധൈര്യവും വേണം, അല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇത് അന്ത്യനാളുകളാണ്. ഹല്ലേലൂയ. ഇത് അന്ത്യനാളുകളാണ്. പിശാച് എങ്ങനെയോ അവന്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ മക്കളായ നമ്മൾ ദൈവരാജ്യം സ്ഥാപിക്കാൻ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോടെ ആയിരിക്കും. ഇത് നിങ്ങൾക്കുള്ള പ്രവചനമാണ്. ഏറ്റെടുത്തു. നിങ്ങളെല്ലാം ദൈവം കണ്ടിരിക്കുന്നത്, ഈ ശബ്ദം കേൾക്കുന്ന സകലവരെയും ദൈവം കണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു ആയുധമാണ് കർത്താവിന്റെ കയ്യിൽ. പിശാചിനെ വെട്ടാനുള്ള ആയുധം വാളുകൾ. ഹല്ലേലൂയ. നിങ്ങൾ അതിന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണോ? ആയുധമാക്കി മെനയാനായിട്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറ, അപ്പാ അവിടുത്തെ ആത്മാവിനാലും അവിടുത്തെ ശക്തിയാലും എന്നെ നിറയ്ക്കണേ. ഈ നാളുകളിലെ പ്രാർത്ഥന അതായിരിക്കണം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്ത് പകരുമെന്ന്? എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ പ്രവാചകരായി എഴുന്നേൽക്കട്ടെ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം, പ്രവചനം എന്നുള്ള കാര്യം. ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കളൊക്കെ പ്രവാചകരായി എഴുന്നേൽക്കണമെന്ന്? ആമേൻ. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ. അവർ പ്രവാചകരായി എഴുന്നേൽക്കട്ടെ. ദൈവത്തിൻ്റെ അവർക്ക് ഈ ലോകത്തിലൊരു ജോലി വേണം, അവർക്ക് ഈ ലോകത്തിലൊരു വിദ്യാഭ്യാസം വേണം എന്നുള്ളതാണ് എല്ലാ അമ്മമാരുടെയും ഭാരം, കേട്ടോ. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട അതിനല്ല. ദൈവത്തിനു വേണ്ടി അവർ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. മനസ്സിലായോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും കുഞ്ഞുങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ അതോടുകൂടെ ദൈവം ആ രാജ്യത്തിന് വേണ്ട എല്ലാം, ദൈവരാജ്യത്തിൽ അവർക്ക് നിൽക്കാൻ വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് പ്രൊവൈഡ് ചെയ്തിരിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവം വാക്ക് മാറ്റത്തില്ല. മനസ്സിലായോ? എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഞാൻ പറയാം, അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിലല്ല, വഴിമാറിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. there is a will. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. അവരത് ചെയ്യുന്നെങ്കിൽ അവരുടെ ജീവിതം ദൈവം മാറ്റും. പലരോടും നമ്മളത് ചെയ്യാൻ പറയുമെങ്കിലും അവരാരും അത് ചെയ്യത്തില്ല. ഹല്ലേലൂയ. അത് പറയുന്നുണ്ട്, പക്ഷെ അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, പല വാഗ്ദത്വങ്ങളും നിങ്ങളെ കാത്തിരിക്കുവാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് കയറി നിൽക്കണം. വഴിമാറണം. മനസ്സിലായോ? വഴി മാറുന്നെങ്കിൽ നമ്മുടെ മക്കൾക്കും എല്ലാം കൂടെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഴി മാറി ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നിങ്ങൾ കയറി വരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുഴഞ്ഞു കിടക്കുന്ന സകല പ്രശ്നങ്ങളും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സകല പ്രശ്നങ്ങളും എന്ത് ചെയ്യും? അത് കറക്റ്റായിട്ട് വരും. റൂട്ട് മാറിയതുകൊണ്ടാണെന്നേ. നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ അറിയില്ലേ, നിങ്ങൾ വഴിയിൽ ചുറ്റി ഉള്ള വഴികളിലായി പോയാലോ എപ്പോഴെങ്കിലും ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുമോ? ലക്ഷ്യത്തിലോട്ട് ഒരിക്കലും പറ്റില്ല. റൂട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇന്നെല്ലാവരും കർത്താവിൻ്റെ ഹിതം അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് അവരുടേതായ ഹിതങ്ങളുണ്ട്. അത് ചെയ്യാനാണ് എല്ലാ തലമുറകളും ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെങ്ങോട്ട് കയറി വരണം? ദൈവത്തിൻ്റെ റൂട്ടിലോട്ട് കയറണം. നിങ്ങൾക്കറിയാലോ, ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ഥലം അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളങ്ങോട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളങ്ങോട്ട് പോയാൽ മാത്രം മതി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലേ? നമ്മൾ അതിനകത്തോട്ട് കയറിയ പിന്നെ ആര് ഗൈഡ് ചെയ്തോളും? ദൈവം ഗൈഡ് ചെയ്തോളും. ഹല്ലേലൂയ. പക്ഷെ കയറാത്തോണ്ടായി പ്രശ്നം അത്രയും വരുന്ന, കേട്ടോ. കയറിയവരെ ഓർത്ത് ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. കയറാത്തവരെ ഓർത്ത് ഞാൻ ദുഃഖിക്കും. അവർ കയറട്ടെ, അല്ലേ അപ്പച്ച? അവർ കയറട്ടെ. ഈ ദേശത്തിന് വേണ്ടി എത്ര പേര് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കണം. മക്കളെല്ലാം പിശാച് വലിച്ചോണ്ട് പോവുക. മക്കളെന്നല്ല, എല്ലാവരെയും. മനസ്സിലായി? ആരും ദൈവത്തിൻ്റെ റൂട്ടിലോട്ടൊന്നും വരുന്നൊന്നുമില്ല. നമ്മൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഈ നാളുകളിൽ അവരെ കർത്താവിൻ്റെ ഹിതത്തിലേക്ക് കൊണ്ടുവരും. ആദ്യം അവർ ദൈവഹിതത്തിൽ വന്നാൽ പിന്നെ അവരുടെ ജീവിതം കറക്റ്റ് ആയിക്കോളും, കേട്ടോ.
അവരുടെ ജീവിതത്തിലുള്ള ശാപങ്ങളും നുഖങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും എല്ലാം തകരും. ആദ്യം അവർ ദൈവഹിതത്തിന്റെ നിറവിൽ ശോഭിക്കട്ടെ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ അല്ലേ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. നമ്മൾ അതിനായിട്ട് ആഗ്രഹിച്ചാട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ കൃപാവരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു ജയമുള്ളവരായിരിക്കണം. പിശാചിനെ തോൽപ്പിക്കണം. എത്ര പേര് പറയുന്നുണ്ട് ഞാൻ പിശാചിനെ തോൽപ്പിക്കുന്നു? കൈ ഉയർത്തി പിടിക്കുക. പിശാചും കൂടെ കാണട്ടെ, നന്നായിട്ടങ്ങ് ഉയർത്തിപ്പിടി. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് പിശാചിനെ തോൽപ്പിക്കാനാണ്. പിശാചിനെ തോൽപ്പിക്കാനാണ്. അവന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെ ഒരു വാക്യമുണ്ടോ ബൈബിളിൽ? എവിടെ കിടക്കുന്നു? 1 യോഹന്നാൻ 3-ാം അധ്യായം എടുക്കുക. 8-ാമത്തെ വാക്യം വായിച്ചാൽ അത് കറക്റ്റ് കിട്ടും. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ. അതിലില്ലേ 8-ാമത്തെ വാക്യമല്ലേ? 3-ന്റെ 8 ആണോ 9 ആണോ അത്? 1 യോഹന്നാൻ 3-ന്റെ 8 അല്ലയോ അത്? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. മനസ്സിലായോ? അപ്പോ നിങ്ങൾ വിചാരിക്കും അത് യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്? ആണോ? യേശുവിനെ കുറിച്ചല്ലേ പറയുന്നത്? ഓക്കെ, സമ്മതിച്ചു. അപ്പോ ഇനി എന്റെ ചോദ്യം, നമ്മൾ ആരാന്ന? ദൈവത്തിന്റെ മക്കളാണല്ലോ. അപ്പൊ നമ്മുടെ പണി എന്താണ്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക. മനസ്സിലായോ? അവൻ കെട്ടും, നമ്മൾ അഴിക്കും. അതാണ് നമ്മുടെ പണി. മനസ്സിലായോ? ഇതാ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നേ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും യേശു പ്രത്യക്ഷനായി പിശാചിന്റെ പ്രവൃത്തി അഴിച്ചല്ലോ, ഓക്കെ നമുക്കിനി പാട്ടും പാടിയിരിക്കാം. അങ്ങനല്ല. നമ്മൾ ദൈവമക്കളാ. മനസ്സിലായോ? നമ്മുടെ പണി എന്താണ്? നമ്മുടെ അധികാരത്തെ അവകാശത്തെ ഒക്കെ തിരിച്ചറിയുക. ആദ്യം കണ്ണു തുറന്ന്, എന്നിട്ട് എന്ത് ചെയ്യണം? അവന്റെ പ്രവൃത്തികളെ അഴിക്കണം. അഴിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നായിട്ട് അഴിക്കണം. മനസ്സിലായോ? അതിനാ വിളിച്ചിരിക്കുന്നേ. നമ്മൾ എവിടെ അത് ചെയ്യുന്നു? അതിന് നമ്മളെ അവൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് സത്യം പറഞ്ഞാല് ചില സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടവും കരച്ചിലും ഒപ്പം ചിരിയും വരും. ചില കാര്യങ്ങൾ ചിന്തിക്കുക. എന്തുകൊണ്ടാണ്? പിശാചിനെ അഴിക്കാനാണ് ദൈവം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാൻ, അല്ലെങ്കിൽ അവനെ തകർക്കാൻ, അവനെ നശിപ്പിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെ അവൻ തിരിച്ചു തകർത്തോണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? നമ്മൾ അറിയുന്നില്ല, സത്യം അറിയുന്നില്ല. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും, കർത്താവ് പറഞ്ഞു. അപ്പൊ ഈ സത്യം നമ്മൾ അറിയണം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിനെ കണ്ട് ഓടാനല്ല, ധൈര്യത്തോടെ നിന്ന്, ധൈര്യത്തോടെ എന്ത് ചെയ്യണം? നിൽക്കണം. പ്രശ്നങ്ങളുടെ മുമ്പില്, പ്രതിസന്ധികളുടെ മുമ്പില്. പ്രശ്നം ഇങ്ങോട്ട് വരുമ്പോ തകർന്ന് ഒതുങ്ങി നുറുങ്ങി പോവല്ലേ. എന്ത് ചെയ്യണം? ധൈര്യത്തോടെ നിൽക്കണം. യേശു എൻ്റെ കൂടെ ഉണ്ട്.
കർത്താവിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിശാചേ, നീ പറയുന്ന പോലെ ഒന്നും നടക്കത്തില്ല. നീ എൻ്റെ മനസ്സിലിടുന്ന ചിന്തകൾ പോലെ ഒന്നും നടക്കത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് വരാൻ പോവാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിൽക്കും. ഒന്നിനും എന്നെ തടയാൻ പറ്റില്ല. പറ, ഒന്നിനും എന്നെ തടയാൻ പറ്റില്ല. പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ എന്നെ തടയാൻ പറ്റത്തില്ല. വാ തുറന്ന് പറ, പിശാച് കേൾക്കട്ടെ. പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ എന്നെ തടയാൻ പറ്റത്തില്ല. ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും. പറ, ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും. എന്നെ എന്തിനാണോ കർത്താവ് വിളിച്ചിരിക്കുന്നത് അത് ഞാൻ ചെയ്യും. സ്വതന്ത്രം. പലർക്കും പറയാൻ പോലും പറ്റുന്നില്ല. മൊത്തം പ്രശ്നമായി. പറയണമെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ബലം വേണം, അല്ലേ? വേണ്ടേ? യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് ഉള്ളിലിരിക്കുന്നത്. നമ്മളെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പൂച്ച പോലും പേടിക്കില്ല. ഇവിടെ ഒരു പൂച്ച നിന്നാൽ അതുപോലും ഓടില്ലെന്ന്. അങ്ങനെയാണ് നമ്മൾ പിശാചിനോട് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ടും, നമ്മുടെ സംസാരം കൊണ്ടും നമ്മൾ ആരാണെന്ന് തെളിയിച്ചാൽ കൊള്ളാം. മനസ്സിലായോ? നമ്മൾ ആരാണെന്ന് തെളിയിക്കും. ഞാൻ ദൈവത്തിൻ്റെ മകളാണെങ്കിൽ ഞാൻ അതുപോലെ ജീവിക്കണം, അതുപോലെ നടക്കണം. മനസ്സിലായോ? എൻ്റെ പ്രവൃത്തികളിൽ വെളിപ്പെടുത്തണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന്. എൻ്റെ സംസാരത്തിൽ വെളിപ്പെടണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന്. ഇവരും ഒന്നും പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവുകൾ വിളിച്ചു പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, പിശാചിനെ ജയിക്കുന്നു, പാപത്തെ ജയിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ ദൈവത്തിൽ നിന്നാണോ ജനിച്ചേ? ഇപ്പൊ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്നാണോ ജനിച്ചേ? ദൈവത്തിൽ നിന്ന് ജനിച്ചതാണോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളില്ലേ? നിങ്ങളിൽ നിന്ന് ജനിച്ചവർക്ക് നിങ്ങളുടെ സ്വഭാവങ്ങളുണ്ടോ? ഉണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ച നമുക്ക് ദൈവത്തിൻ്റെതായ ഒന്നുമില്ല. എന്തോ പറ്റി? ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എവിടെ പോയി? എല്ലാം ഹിഡാണ്, അകത്തിരിക്കുക. അത് പുറത്തു വന്നിട്ടില്ലല്ലേ? പുറത്തു വരണം. പുറത്തു വന്നേ പറ്റും. ഒരു വിത്ത് തനിയെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊന്നും പുറത്തു വരില്ല. എന്നാൽ അത് വീണ് മണ്ണിൽ ചാകാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിന്ന് തേജസ്സുള്ള കതിര് പുറത്തു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവപുത്രനാകുന്ന തേജസ് പുറത്തു വരട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അത് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്? എനിക്ക് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം. എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന സകല പിശാചിന്റെ പ്രവൃത്തികളെ എനിക്ക് അഴിക്കണം. കുടുംബത്തിനകത്ത് അഴിച്ച് അവനെ നീ തോൽപ്പിച്ചാൽ നീ ദേശത്തെ അഴിക്കുന്നവനായി ദൈവം എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? ആദ്യം കുടുംബത്തിനകത്ത് നടക്കുന്ന പദ്ധതികളെ അഴിച്ചു മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ഇത് അതുപോലും കഴിയുന്നില്ല. അതുകൊണ്ടാ ഒത്തിരി ഭാരം എനിക്ക്. ഒരു കുടുംബത്തിനകത്ത് പിശാച് കിടന്നങ്ങ് കളിച്ചുകൊണ്ടിരിക്കുക. അതുപോലും അഴിച്ച്, അല്ലെങ്കിൽ ആ ബന്ധനങ്ങൾ പോലും തകർത്ത് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ പോലും ഇന്ന് നമുക്ക് കഴിയുന്നില്ല. പിന്നെ എന്ത് വിശ്വാസമാണ് നമുക്കുള്ളത്? എന്ത് ശക്തിയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്? പിന്നെ നമ്മൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധി ഇരുന്നിട്ട് പറയണം, അപ്പാ ആദ്യം എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ശക്തി എന്നിലേക്ക് നിക്ഷേപിക്കും. എൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷിച്ചിട്ട് അടുത്തെൻ്റെ പരിപാടി എന്താ? എൻ്റെ ദേശത്തെ രക്ഷിക്കാനായി ഞാൻ ഇറങ്ങും. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന്റെ രക്ഷ, എൻ്റെ ദേശത്തിന്റെ രക്ഷ, രാജ്യങ്ങളുടെ രക്ഷ കർത്താവ് നിന്റെ കൈ തരും. ഹല്ലേലൂയ. എൻ്റെ പിശാചിനെ ആദ്യം നീ എതിർത്ത് നിൽക്കണം, ചെറുത്ത് നിൽക്കണം. വീണു പോവല്ലേ? വീണു പോവരുത്. ധൈര്യത്തോടെ നിൽക്കണം. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ അധികാരം എന്താണെന്ന് തിരിച്ചറിയണം. ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ വീഴരുത്. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്നിട്ട് പറ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞാനൊരു പൂച്ചയെ പോലെ പതുങ്ങാനും കരയാനും വിളിക്കപ്പെട്ടിരിക്കുന്നവളല്ല. യഹൂദ ഗോത്രത്തിന്റെ സിംഹം പോലെ ഗർജിക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. പിശാചിന്റെ ബൗണ്ടറികളെ വിറപ്പിക്കാനായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് ഗർജിക്ക്. കഴിയോ നിങ്ങൾക്ക്? മന്ത്രവാദികൾ എത്ര സമയം മന്ത്രം ചൊല്ലുന്നു നിങ്ങൾക്ക് അറിയാവോ?
അറിഞ്ഞൂടെങ്കിൽ ചോദിക്കും, ഇത് ആൻറ്റിക്ക് അറിയാം, ചോദിക്കണം അല്ലേ? എത്ര സമയം അവർ മന്ത്രം ചൊല്ലുന്നു, നമ്മൾ എത്ര സമയം അന്യഭാഷ പറയുന്നു? നമുക്കൊന്നും പറയാൻ സമയമില്ല, അത് പ്രാപിക്കാനും നമുക്ക് സമയമില്ല. മന്ത്രവാദികൾ മന്ത്രം ചൊല്ലി ചൊല്ലി ദേശത്തിനെ പിശാചിനെ പൈശാചിക ശക്തികളെ ഇളക്കി അവൻ ദേശം പിടിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ ശക്തി അവൻ കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മളെ പണി എന്താണ്? നമ്മൾ പുതച്ചുകൂടി കിടന്നുറങ്ങുമോ? ഇതാണ് കാര്യം. നമ്മുടെ അധരം വെറുതെ ഇരിക്കരുത്. ഒന്നും അറിഞ്ഞുകൂടെങ്കിലും വചനം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം പറയുന്നത് നമ്മൾ ആത്മാവിൽ ബലപ്പെടട്ടെ. നമ്മുടെ ആത്മാമണ്ഡലം ശക്തിപ്പെടുമ്പോഴല്ലേ പിശാച് താഴോട്ട് വീഴത്തുള്ളൂ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന അത്രയും പേരൊന്ന് എഴുന്നേറ്റാൽ മതി ഈ ദേശം തകരാനായിട്ട്. ദേശം തകരാനെന്ന് പറഞ്ഞാൽ ദേശത്തെ പൈശാചിക മണ്ഡലം തകരാൻ അത്രയും മതി. പക്ഷെ ഇത്രയും പേര് എഴുന്നേക്കുന്നില്ലല്ലോ. ആൻറ്റി പറ, ശ്യാമള ആൻറ്റി പറഞ്ഞാട്ടെ, എഴുന്നേക്കുന്നുണ്ടോ യേശുവിന് വേണ്ടി ആരെങ്കിലും ഒന്ന്? ഇല്ല അത് തന്നെ സത്യം പറയൂ ആൻറ്റി, അതാ ഞാൻ അവിടെ ചോദിച്ചത്. അതിനൊന്നും ആർക്ക് സമയമില്ലല്ലേ? എവിടെ ഇല്ല. അവരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? ശരിയാക്കി കിട്ടണം. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഉള്ള സത്യം പറയാൻ, അവർ പ്രശ്നക്കാരൻ ആരാണ്? പിശാചാണല്ലേ. അവരെഴുന്നേറ്റ് അവനെ തോപ്പിക്കുന്നൊന്നുമില്ല അല്ലേ? പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ കിടന്ന് കുരുങ്ങുക. അവരൊന്ന് എഴുന്നേറ്റ് ജ്വലിച്ച ആ ഇരുട്ടിനെ മാറ്റുന്നില്ലെന്ന്, ആ ഇരുട്ടിനകത്ത് തന്നെ ഇരിക്കുക. ഉള്ള പ്രകാശത്തെയും കൂടെ അണച്ചു കളഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങളുടെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഴുന്നേൽക്കണം. നിന്റെ പ്രശ്നങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട്, പ്രതികൂലങ്ങളെ ഇപ്പുറത്തെ കുടഞ്ഞു കളഞ്ഞിട്ട്, നിന്റെ കാലിൽ പിശാച് കെട്ടി വെച്ചിരിക്കുന്ന കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് പറയണം, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാനാ, പൈശാചിക ശക്തികളെ തകർക്കാനാ, തകർത്തെറിയാനാ. അത് ഞാൻ ചെയ്യും. എന്നെ കർത്താവ് ഒരു പ്രവാചകനായി വിളിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ ശബ്ദമാകും. ദൈവത്തിന്റെ ശബ്ദമായി ഈ ഭൂമിയിൽ ഞാൻ ആ രാജ്യം സ്ഥാപിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കയ്യിലോട്ട് നിങ്ങളെ തന്നെ ഒന്ന് കൊടുത്തിട്ട് പറ, അപ്പാ അങ്ങയുടെ ശബ്ദമാക്കി എന്നെ മാറ്റണേ, അങ്ങയുടെ ശബ്ദമാക്കി എന്നെ മാറ്റണമേ. പല മരുഭൂമികൾ ഇന്നുണ്ട്, ഒരു ശബ്ദവുമില്ലാതെ വിണ്ടുകീറി ശൂന്യതയിൽ കിടക്കുന്ന സ്ഥലങ്ങൾ. അവിടെ പോയി നിന്നിട്ട് ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. കമന്റ് ചെയ്യുക. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ ശബ്ദമാകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവർക്ക് വേണ്ടി ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. പിശാചിന്റെ സാമ്രാജ്യത്തെ ഉടച്ചു കളയാനായിട്ട് ചിലരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവന്റെ തലയെ തകർക്കാനായിട്ട് ചിലരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. ആരെല്ലാമാണോ അങ്ങനെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ചില വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തില് ദൈവ പ്രവൃത്തി വ്യാപരിക്കട്ടെ. ചില ഭവനങ്ങളിലേക്ക് തീ ഇറങ്ങുകയാണ്. കർത്താവിന്റെ ശക്തി ആ ഭവനങ്ങളുടെ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ചില ദുഷ്ടമണ്ഡലങ്ങൾ കോളിങ്ങിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില ഭവനങ്ങൾ ഞാൻ കാണുകയാണ്. ചില വ്യക്തികൾ ഇപ്പോൾ കർത്താവിന്റെ തീ ഇറങ്ങി നിങ്ങളെ വിടുവിക്കുകയാണ്. ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നാവുകളെടുത്ത് അന്യഭാഷകൾ ലഭിച്ചിട്ടുള്ളവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. ഇപ്പോ ലഭിക്കാത്തവര് നാവെടുത്ത് കർത്താവിനെ സ്തുതിച്ചോ. നിങ്ങളുടെ നാവുകൾ ആരും ചലിക്കാതെ വെച്ചേക്കല്ലേ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്നെങ്കിലും പറഞ്ഞു. നിങ്ങൾക്ക് ഒന്നും പറയാൻ അറിയത്തില്ലേ?
ദൈവശക്തി വ്യാപരിക്കുവാണ്. ചില സർപ്പത്തിന്റെ ശക്തികള് ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് പിടിവിടുക ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. അരിഷ്ടതയുടെയും നാശത്തിന്റെയും വക്കിൽ നിന്ന് ചില കുടുംബങ്ങൾ ഇപ്പോൾ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസന്മാർ, അങ്ങയുടെ ദാസിമാർ അടുത്തൊരു ലെവലിലേക്ക് കയറി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇപ്പോൾ അവർക്കായി പ്രാർത്ഥിക്കുവാണ്. അവരുടെ ആത്മ കണ്ണുകളെ കർത്താവ് തുറന്നു കൊടുക്കണമേ. സ്പിരിച്വൽ എൻകൗണ്ടറുകൾ അവർക്കുണ്ടാകട്ടെ. ആത്മാവിന്റെ തീയാലെ അവരെ നിറയ്ക്കണേ കർത്താവേ. അവരെല്ലാം എഴുന്നേൽക്കട്ടെ കർത്താവേ. അങ്ങയുടെ രാജ്യം സ്ഥാപിക്കാൻ എഴുന്നേൽക്കട്ടെ ഈ ഭൂമിയിൽ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വരുന്നതിനായി സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതകരം ഇപ്പോൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവീക മഹത്വം എല്ലാ ഭവനങ്ങളിലേക്കും ചലിക്കട്ടെ കർത്താവെ. ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഭവനങ്ങളാക്കി കർത്താവ് ഈ ഭവനങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഥേലായി മാറട്ടെ അത്, ബഥേൽ. യേശുവിന്റെ നാമത്തില് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ഞാൻ ഈ ശബ്ദം കേട്ട എല്ലാ മക്കളെയും ഇപ്പോൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അടുത്ത തലങ്ങളിലേക്ക് അവർ കയറി വരട്ടെ, കയറി വരട്ടെ. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, സഹായിക്കട്ടെ. അടുത്തൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. എപ്പിസോഡുകൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കർത്താവിന്റെ ഇഷ്ടം ചെയ്യാത്ത ധാരാളം മക്കളുണ്ട്, അവരെല്ലാം ഇത് കേൾക്കട്ടെ. അത് കേട്ടില്ലെന്ന് അവർ പറയത്തില്ലല്ലോ. എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെന്നാലേ ഇത് എത്തിച്ചേരത്തുള്ളൂ. എല്ലാവർക്കും എത്തിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമന്റുകളായിട്ടൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അതെല്ലാം നിങ്ങൾ ഈ നാളുകളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടല്ല, ഭാരപ്പെടരുത്. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ കർത്താവിന്റെ വേലക്കാരായി എഴുന്നേൽക്കാനായി പോകുന്നു. ഇത് നിങ്ങളുടെ സീസണാണ്, ഇത് നിങ്ങളുടെ സമയമാണ്. പിശാച് കളിച്ചത് തീർന്നു. അവന്റെ സീസൺ, അവന്റെ ഡോറിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായി പോകുന്നു. നിങ്ങൾ ശക്തി ധരിച്ചാട്ടെ, ബലം ധരിച്ചാട്ടെ, ഒരു പടക്കുതിരയെ പോലെ എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. യുദ്ധത്തിന് ബലം ധരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.